എന്നെ അവര് ഓടിച്ചു വിടുമായിരിക്കും മോള്. ആരാ മോക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു തരുന്നേ? അമ്മയുടെ സെലക്ഷൻ ആണോ? ആണ്. മോളുടെ ഫേവറേറ്റ് എന്താ? ഇടാൻ ഇഷ്ടം എന്താ? ഫ്രോക്സ് ആണോ ഇഷ്ടം? അപ്പൊ എനിക്ക് വയ്യ, അമ്മ ഭയങ്കര മോഡേൺ ആക്കും അല്ലേ? അയ്യോ, ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇടിപ്പിക്കുന്നത്. അതെന്താ വെച്ചാൽ ഏതോ സ്കൂളിൽ പഠിക്കണ ഏതോ ഒരു കുട്ടി ഒരു ദിവസം ഷോർട്സ് ഇട്ടുകൊണ്ട് പോയപ്പോ കളിയാക്കിന്ന്, ഈ ഇത്ര ഉള്ള ഉടുപ്പൊക്കെയാണോ ഇടണമെന്ന് ചോദിച്ചു. അതിനുശേഷം തൊട്ടിട്ട് ഈ ഷോർട്സോ അല്ലെങ്കിൽ നീ ലെങ്ത് പോലും ഇടില്ല. ഭയങ്കര കോൺഷ്യസ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇട്ടോണ്ടിരുന്നതല്ല, ഇപ്പം പറഞ്ഞ് അതങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി. ഇത് തന്നെ ഇപ്പൊ കരഞ്ഞു ഇരിക്കണേ ഇത് ഇട്ടതിന്. അതൊന്നും ഇതാക്കണ്ട കേട്ടോ, ഇപ്പഴേ ഇടാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാൽ മമ്മിനെ ആന്റീനെയൊക്കെ കണ്ടില്ലേ കവർ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ താലി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഭയങ്കര ഒരു കുടിച്ച സ്ഥലമാണ്. കഷ്ടി ആൾക്കാർക്ക് ഇരിക്കാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, കടയൊക്കെ ക്ലോസ് ചെയ്യുമ്പോ ലേറ്റ് ആവും, 10 ഒക്കെ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വിശന്ന് വരഞ്ഞിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ട് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം വളരെ ചീപ്പാണ്, നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുകയും ചെയ്യും, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്, വയറ് നിറയുകയും ചെയ്യും. അവിടെ നിന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ലസ്സി. ടിപ്പിക്കൽ ലസ്സിയാണ് അവിടെ കിട്ടുന്ന ലസ്സി. അവിടെ നിന്ന് ലസ്സി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയി ലസ്സി കുടിച്ചാലും സാറ്റിസ്ഫൈഡ് ആവില്ല. ആ കട്ട തൈരും സൂപ്പർ ടേസ്റ്റ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ആക്കി വെച്ചേക്കാണ്. ഇനി ട്രിവാൻഡ്രം എന്തായാലും ഞാൻ ഇനി വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. മോളുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. മോളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ചപ്പാത്തിയാണോ? വയ്യ, ഇപ്പഴേ കണ്ട അവള് ഭയങ്കര കോൺഷ്യസ്. ചപ്പാത്തിയും എന്താ ചിക്കൻ കറിയാണോ? എനിക്ക് വയ്യ. ഇവിടെ അമ്മ വെജിന്റെ കാര്യം പറയുമ്പോ കൊച്ചിവിടെ ചിക്കൻ കറി. പക്ഷെ അന്ന് അവളിപ്പ പറയുന്നു, എന്റെ ഒരു അസസ്മെന്റിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ചോറ് ആണോ? അത് ശരി. ചോറ് കഴിക്കണ പോലെ ഈ കുട്ടി വേറെ ഒന്നും കഴിക്കാറില്ല. ചോറും മീൻകറിയും ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ അവളെ എനിക്ക് അവളുടെ കൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കഴിക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നം ഒരു കുഴപ്പമില്ല. എന്ത് കൊടുത്താലും കഴിക്കും. അത് ദൈവം സഹായിച്ച് കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് ആണ്. രക്ഷപ്പെട്ടു പോയൊരു കാര്യമാണ്. എന്ത് കൊടുത്താലും പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കാനാണ് പാട്. പക്ഷെ ഇവിടെ എനിക്ക് ആ പാട് ദൈവം സഹായിക്കില്ല. എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കും. ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെക്കണ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. പുറത്ത് പോയി കഴിക്കുന്നതിനോടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്ന ഭക്ഷണം അവൾക്ക് വലിയ താല്പര്യമില്ല. വീട്ടിൽ വെക്കണ ഫുഡാണ് ഇഷ്ടം. ഇന്നത്തെ ജനറേഷനിൽ റോൾ മോഡൽ ആവുമല്ലോ. അതെ, അമ്മുന് ഭയങ്കര ഗുഡ് ഗേൾ അല്ലേ? കുറച്ച് സൈലന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ബഹളമൊന്നുമില്ല, വാശി ഇല്ല. സാധാരണ പിള്ളേരെ പോലെ എനിക്ക് ഇത് വേണം അത് വേണം ഇവിടെ പോണം അവിടെ പോണം ഒന്നുമില്ല. കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ കളിക്കാനൊന്നും ആളില്ല എന്ന് വെച്ചാൽ അവളുടെ ഒരു പായുണ്ട്. ആ പായയും വിരിച്ച് ഒരു ചാക്ക് ടോയ്സ് ഉണ്ട്. അത് അമ്മ ചാക്കിൽ നിറച്ചു വെച്ചിരിക്കുക. ഈ ചാക്ക് ടോയ്സ് എടുത്തങ്ങ് നിരത്തി ഇട്ട് കൊടുക്കും. അത് വെച്ച് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്നോളും. അത് വെച്ച് കടയൊക്കെ സെറ്റ് ചെയ്ത് അവള് ഇമാജിനേഷനാ. പിന്നെ കടക്കാര് വരുന്നു, വാങ്ങുന്നു, കാശ് കൊടുക്കുന്നു, ക്രിയേറ്റീവ് സൈഡ്. അങ്ങനെ ഒരു മൂലയ്ക്ക് പഠിക്കാൻ മാത്രം എന്നോട് പറയരുത്. ആ ഒരൊറ്റ കണ്ടീഷനേ എനിക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ കിട്ടിയില്ലേ? അമ്മയുടെ മോള് തന്നെ. പഠിക്കാൻ മാത്രം എന്നോട് പറയാം. അത് ഭയങ്കര വിഷമോ നമുക്കല്ലേ? പേരെന്താ? റൈറ്റ് ആണ്. ഏതാ? റൂത്തിയാണോ ബെസ്റ്റ് ഫ്രണ്ട്? റൂത്തി പ്ലേ സ്കൂൾ തൊട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാർമെല്ലും കൂടെ തന്നെ ഉണ്ട്. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് റൂത്തി. റൂത്തി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടല്ലോ? പാർവതി. പക്ഷെ ഈ പാർവതിയാണ് പറഞ്ഞത് നിക്കറിടരുതെന്ന്. അത് ഭയങ്കര കഷ്ടമായി. അമ്മയ്ക്ക് ഭയങ്കര വിഷമായി പോയി. പാർവതിയോട് നമുക്ക് ഇനി ഒരു ഷോർട്സ് കൊണ്ട് ഗിഫ്റ്റ് ചെയ്യാം. ഗുഡ് ഐഡിയ. പാർവതിക്ക് നമ്മളൊരു ഷോർട്സ് കൊടുക്കും, ഗിഫ്റ്റ് ചെയ്യുന്നു. അപ്പം പാർവതിയുടെ കോൺസെപ്റ്റ് എങ്ങോട്ട് മാറും ഷോർട്സിനെ കുറിച്ചുള്ളത് ഇല്ലേ? മുക്കുട്ടിക്ക് വിശക്കുണ്ടോ? അയ്യോ,
അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനല്ലേ പോകുന്നത്, ഫുഡ് കഴിച്ചോ എന്നാലല്ലേ അവിടെ ചെന്ന് ഭയങ്കര കളിക്കണം. എല്ലാത്തിലും കയറുമോ ഒന്ന്? ആണോ? എല്ലാ ഗെയിംസും കളിക്കുമോ എന്ന്? ആണല്ലേ. അപ്പോഴാണ് മുഖത്തൊരു തെളിച്ച വന്നത്. കൊച്ചിയില് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിക്ക്. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, ലുലുവിലെ സ്പാർക്കീസ്. ലുലുവിനെ ലുലു മോൾ എന്നല്ല വിളിക്കണേ, ലുലുവിനെ വിളിക്കണത് ലുലു പ്രാക്സ്. പാർക്ക് കുഞ്ഞിലെ തൊട്ടേ പാർക്ക് എന്നുള്ളത് പ്രാക്സ്, ലുലു പ്രാക്സ്. അപ്പൊ ഞാൻ ഷൂട്ടിനൊക്കെ പോവാൻ ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്റെ അടുത്ത് ചോദിക്കും, മമ്മി ലുലുപ്രാക്സിലാണോ പോകുന്നത്? സോ അതിന് അവള് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങളും പറഞ്ഞു വരുമ്പോ അങ്ങനെ പറയാറുള്ളൂ, ലുലുപ്രാക്സിൽ പോയിട്ട് വരാതെ പറയൂ. അപ്പൊ അവിടെ അങ്ങ് വിട്ടാ മതി അല്ലേ? അവിടെ വിട്ടാ മതി. മമ്മി ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വന്ന് നൈസായിട്ട് വിളിച്ചോണ്ടെങ്കിൽ പോവാ മതി. മമ്മി വേണമെന്നൊന്നുമില്ല, ലുലുപ്രാക്സിൽ പോവാൻ ആരായാലും മതി, ഒരു പ്രശ്നമില്ല. ഭയങ്കര കംഫർട്ടാ. ഇപ്പൊ ആര്യ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഷോസിനൊക്കെ പോകുന്ന സമയത്ത് അമ്മയാണോ മോളുടെ? അമ്മയാണ് നോക്കുന്നത്, അമ്മ നോക്കും. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, രശ്മിന്റെ അടുത്തും വരുണിന്റെ അടുത്തും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്, അവരുടെ കൂടെ നിൽക്കും. എടാ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോണേ, ലെഫ്റ്റിൽ കൂടെ. എത്താറായോ നമ്മള്? എത്താറായി. നമുക്ക് എന്താ ഇനി ഭക്ഷണം കഴിച്ചിട്ട്? അതെ, ഭക്ഷണം കഴിച്ചിട്ട് പറയണം എന്നോട് ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ഡയറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തെറ്റിക്കുന്നത് നിങ്ങളാണല്ലേ? ആണോ? അങ്ങനൊന്നുമില്ല, അങ്ങനെ പറയണോ അല്ലേ? അവനെ കണ്ടാലും പറയലല്ലോ ഭയങ്കര ഡയറ്റ്, ഭയങ്കര നാച്ചുറൽ അല്ലേ? ഫുൾ റൈസ് താലി ഞാൻ അവക്കും കൂടെ ചേർത്താട്ടാ പറഞ്ഞ്, ഭയങ്കര ഒരു പ്ലേറ്റ് മാത്രം തരാൻ പറഞ്ഞു. ഞാൻ ഇതിൽ നിന്ന് റൈസ് എടുക്കാം. ഭയങ്കര നിങ്ങളുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്, ഒരു സ്പോട്ടാണ് ഇത്. അതെ, 2001 മുതൽ വരുന്ന ഒരു സ്ഥലമാണ്. 2001 തൊട്ട് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം കഴിക്കും. റീസൺ പറയാൻ ഒന്നുമല്ല, കൺസിസ്റ്റന്റ് ടേസ്റ്റ്. അന്ന് മുതൽ ഇന്നലെ വരെ ടേസ്റ്റ് ഒരു വ്യത്യാസം. ഇന്നലെ അല്ല, ഒരു 2-3 ദിവസം മുന്നേ എന്തോ നമ്മൾ അത് ഒരു മസ്റ്റാണ്. എനിക്ക് ബേസിക്കലി നോർത്ത് ഇന്ത്യ പഠിച്ചുകൊണ്ട് എനിക്ക് അതിനോടുള്ള ക്രേസ്. ഇതെന്തുവാ? ഇസ്മ റൈസ് ആയേगा? ഓക്കെ, അതുകൊണ്ടിട്ടാ ഈ ഒരു ജോയിന്റ് മാത്രമേ ഉള്ളൂ. നോൺ വെജിന്റെ പൂർണ്ണമായ ആൾക്കാരാണെന്ന് ഞാൻ കരുതി. അല്ല, ഞങ്ങള് എല്ലാം പരീക്ഷിക്കുന്ന ആൾക്കാരാണ്, കൈവച്ച് പോകുന്ന ആൾക്കാർ. ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആണ്. നടുക്കൊക്കെ വെജ് ആവാറുള്ളൂ. വെജ് ആവുന്നേ ഇവിടുത്തെ ഇങ്ങോട്ട് മാത്രമേ വെജ് പ്രിഫർ ചെയ്യത്തുള്ളൂ. ടേസ്റ്റ്, ആ ഒരു റീസൺ മാത്രം. എന്തായാലും നിഷ കഴിച്ചു നോക്കുന്ന മനസ്സിലാവും. തീർച്ചയായും എന്നോട് പറഞ്ഞു കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ അവിടുന്ന് വരുമ്പോ തന്നെ ഇല്ലാതെ മനസ്സിലൊരു വേറൊരു ചെറുതായിട്ട് ഞാനൊന്ന് പ്രലോഭിപ്പിച്ചാണ്. ഇത്രേ ഉള്ളൂ ഷോപ്പ്, ഇത് മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാരും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറി, സെക്കൻഡിൽ നിന്ന് തേർഡിൽ കയറി. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. വേറെ ബ്രാഞ്ചസ് കൊച്ചിയിൽ ഒരെണ്ണമുണ്ട്. അതല്ലാതെ ഇത് തന്നെയാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുമാണോ ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക? ഞാനല്ല, നമ്മൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ വക കാര്യങ്ങളിലൊന്നും ഒട്ടും പഞ്ചമുള്ള ആൾക്കാരല്ല. ഈ ഫുഡിയാന്ന് പറഞ്ഞ എനിക്കൂടെ മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഫുഡിയാണെന്നൊക്കെയാ പറയുന്നത്. തീർച്ചയായിട്ടും അതെ, ഞങ്ങൾ ശരീരത്തെ പിടിക്കത്തില്ലൊന്നും. എന്താല്ലേ അതാണ് നല്ല മനസ്സുള്ളവർക്കൊന്നും ശരീരത്തെ പിടിക്കത്തില്ല. എനിക്ക് ഇച്ചിരി മോശം മനസ്സ് എവിടെയോ ഉണ്ട്, അതാ ശരീരത്തിൽ പിടിക്കുന്നത്. നിഷ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒരാളെ കാണാൻ പോവാണ്. സർപ്രൈസ് ഒക്കെ ഇട്ടിങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും ഇൻഡസ്ട്രിയിലെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ക്ലോസ് ആയിട്ടുള്ളവരുള്ളത് കൊച്ചിയിലാണ് എല്ലാവരും ഉള്ളത്. ട്രിവാൻഡ്രത്ത് എനിക്ക് അങ്ങനെ എടുത്തു പറയാനുള്ള വളരെ ചുരുക്കം കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഇന്ന് എനിക്ക് കൈ കിട്ടിയ ഒരൊറ്റ ആളേ ഉള്ളൂ, സജ്ന ചേച്ചി. എല്ലാവർക്കും സജ്ന ചേച്ചി അറിയാവുന്നതാണ്. സജ്ന ചേച്ചി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ടോപ്പ് ലൈനിൽ നിൽക്കുന്ന ഒരു കൊറിയോഗ്രാഫർ. തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് തോന്നുന്നു കൂടുതലും ഷോസ് ചെയ്തിട്ടുള്ളത് ചേച്ചിന്റെ ടീമിന്റെ കൂടെ, സറീനൻസിന്റെ കൂടെ ഏറ്റവും കൂടുതൽ. ഞാൻ കൂടുതലും ട്രിവാൻഡ്രത്താണ് ഞാൻ കൂടുതൽ ഷോസ് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്തെ ഒട്ടുമിക്ക എല്ലാ ഷോസും ചേച്ചിയുടെ തന്നെയാണ്. സൈന ചേച്ചിയുടെ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫറാണ്.
ബിക്കോസ് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഒരു മാസ്റ്ററിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കേസാണ്. ബിക്കോസ് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പലരും വിചാരിക്കും ഓ വലിയ സ്റ്റാറായി പോയി, അഹങ്കാരം പറയാണ്, കുട്ടിക്ക് അനങ്ങാൻ വയ്യാന്നൊക്കെ പറയും. അങ്ങനെ ഒന്നുമില്ല. അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് പറയുന്നു എന്ന് മനസ്സിലാക്കി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ നോക്കുന്ന ഒരാളാണ്. അപ്പോ ചേച്ചി എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പേഴ്സണലി അറിയാത്തോണ്ടായിരുന്നു. അറിയാം ചേച്ചി, പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തില്ല. അതാണ് അതേ പറഞ്ഞു. ചേച്ചി ആർക്കും അറിയാത്ത എല്ലാവർക്കും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലൂടെ കുറച്ചുകൂടി കാണുമ്പോ അറിയാം. ഞാൻ അതാണ് ഇവിടെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാനിപ്പോ എവിടോട്ടാണ് മൈക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് വേണ്ടെന്നല്ല. ചേച്ചി എന്തായാലും ഇത്രയൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം തിരിച്ചങ്ങോട്ടൂടെ പറയാം. എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. അതെ അതെ അതെ, വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ കേട്ടോ. എന്നോട് പറഞ്ഞു നേരത്തെ ഒരുപാട് ടൈം എടുത്ത് റിഹേഴ്സൽ ചെയ്യാനായിട്ടൊക്കെ പറ്റാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ ഒരു 1.5 ദിവസം ഭയങ്കര ബിസി അല്ലേ? ഏത് ചാനൽ തുറന്നു ആർട്ടിസ്റ്റിനെക്കാളും ബിസി ആക്ച്വലി കൊറിയോഗ്രാഫർ ആണ്. ഞാൻ അങ്ങനെ വലിയ ബിസി ഒന്നുമില്ല, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോ. ശരിക്കും ഇവിടെ ആരാണ് ബിസി? ഞങ്ങൾ രണ്ടുപേരും ബിസി. ബിസിയായിട്ടിരിക്കുന്ന ആൾക്കാരെ അറിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിലയുള്ളൂ. അപ്പൊ ശരിക്കും ആ ഒരു 1.5 ദിവസം കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ആര്യ. കാരണം ആര്യ ഒന്നാമത് വർക്കും ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് ഓടി ടയർഡായിട്ട് വരായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സ്റ്റെപ്സ് കൊടുക്കും. പിന്നെ എനിക്കറിയാം ആര്യയുടെ ഏതൊക്കെയാണ് പ്ലസ് പോയിന്റ്സ് എന്നൊക്കെ എനിക്കറിയാം. അപ്പം നമ്മൾ എൻ്റെ കഴിവ് കാണിക്കുന്നതിന് പകരം ഞാൻ ആര്യക്ക് എന്താണ് കംഫർട്ടബിൾ എന്നാണ് ഞാൻ നോക്കുക. ആര്യക്ക് എന്നല്ല, ഏത് ആർട്ടിസ്റ്റ് വന്നാലും നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ അവരും സന്തോഷമായിരിക്കും. അവർ ഡാൻസ് കളിക്കും. അല്ലെങ്കിൽ വന്ന് കയറി ഉടനെ കുറേ കടിച്ചാപ്പൊട്ടാത്ത സ്റ്റെപ്സ് ഒരു ഭംഗിയും കാണില്ല. പ്രത്യേകിച്ച് നല്ല ഡാൻസേഴ്സ് വരുമ്പോൾ ഞാൻ കൂടുതലും മെയിൻ കളിക്കുന്ന ആൾക്ക് നല്ല എക്സ്പ്രഷൻസും ഡാൻസും സ്റ്റെപ്സും കൊടുക്കാൻ ഞാൻ നോക്കും. കണ്ടോ, വെറുതെ അല്ല ഇത്രയും കംഫർട്ടബിൾ ആവുന്നത് ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫറെ ഇഷ്ടപ്പെടുന്നത്.